ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തി മഹോത്സവം ഏപ്രിൽ 19 മുതൽ 21 വരെ കാലടിയിൽ. സന്യാസി സംഗമം, സാംസ്കാരിക സമ്മേളനം, മഹാപരിക്രമ എന്നിവയോടെ നടക്കുന്ന ആഘോഷങ്ങളിൽ 100-ലധികം സന്യാസി ശ്രേഷ്ഠന്മാരും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കും. ഏപ്രിൽ 21 വൈകിട്ട് പൂർണ്ണ നദിയിൽ 1000 ചിരാതുകൾ ഒഴുക്കി നടക്കുന്ന ആരതിയോടെ ജയന്തി മഹോത്സവത്തിന് സമാപനമാകും. ലോകാരാധ്യനായ തത്വജ്ഞാനി ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തി മഹോത്സവം ഏപ്രിൽ 19, 20, 21 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച വൈശാഖ ശുക്ല പഞ്ചമിയിലാണ് ശ്രീശങ്കര ജയന്തി. സന്യാസി സംഗമവും മഹാപരിക്രമയും അന്നേ ദിവസം കാലടിയിൽ നടക്കും. ശ്രീശങ്കര ജന്മദേശ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അദ്വൈതാചാര്യന്റെ ജന്മദിനം ജനകീയ മഹോത്സവമായി ആചരിച്ചു വരുന്നു. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 3 അഖില കേരള ശ്രീശങ്കര സ്തോത്രാലാപന മത്സരം നടത്തി. 220 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കനകധാരാ മണ്ഡപമായിരുന്നു പ്രധാന വേദി. മത്സരത്തിൽ വിജയിച്ചവർക്ക് ശങ്കര ജയന്തി നാളിൽ നടക്കുന്ന സന്യാസി സംഗമത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 12 കാലടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ നിന്നും ശൃംഗേരി മഠത്തിലേക്ക് ഗ്രാമപരിക്രമ നടന്നു. ഏപ്രിൽ 19 രാവിലെ 10 മണിക്ക് NSS കരയോഗം ഹാളിൽ വെച്ച് യുവസംഗമം നടക്കും. സംഗമത്തിൽ മോട്ടിവേഷൻ ട്രെയിനി ഡോക്ടർ അഭിജിത് കർമ്മ ക്ലാസ് എടുക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 20 ശ്രീശങ്കര വിചാര സദസ് പ്രൊഫസർ KS ഇന്ദുവിന്റെ പ്രഭാഷണം. 21 ശ്രീശങ്കര ജയന്തി നാളിൽ ശൃംഗേരി മഠം ശ്രീശങ്കര ജയന്തി നാളിൽ സന്യാസി സംഗമം, നാരായണീയ പാരായണം, നൃത്താവിഷ്കാരം എന്നിവയും ഉണ്ടാകും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര അധ്യക്ഷൻ അഡ്വക്കേറ്റ് അലോക് കുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി പ്രവർത്തകരായ P മോഹൻദാസ്, പ്രൊഫസർ KSR പണിക്കർ, N രാജശേഖര പണിക്കർ, S വിജയൻ, വൈശാഖ് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 1936 ശ്രീമദ് ആഗമാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതോടുകൂടിയാണ് ശ്രീശങ്കരൻ്റെ ജന്മദേശം, ശ്രീശങ്കരൻ പിറന്ന നാട് കാലടിയാണെന്നും അദ്ദേഹത്തിൻ്റെ ശ്രീശങ്കരൻ്റെ മഹത്വം സാധാരണക്കാർ മനസ്സിലാക്കി തുടങ്ങിയത്. ആശ്രമത്തിൽ അന്ന് മുതൽ ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ വളരെ ജനകീയമായിട്ടും വിപുലവുമായിട്ടും നടത്തുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 2004 മുതൽ ആദിശങ്കര ജന്മദേശ വികസന സമിതി എന്ന ഫോറം ഈ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.